നിർത്തണോ താൻ? നിങ്ങൾക്ക് നാണമുണ്ടോ? അവര് രണ്ടുപേരും വർദ്ധിത വീര്യത്തോടുകൂടി നേർക്കുനേർ പോരാടുകയാണ്. നേർക്കുനേർ അക്ഷരാർത്ഥത്തിൽ. സ്തോഭജനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾ ഈ കയ്യാളുടെ മുകളിലിരുന്ന് കളി കാണുകയാണെന്ന്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. അങ്ങനെ കളി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റോളില്ലാതായി പോകും കേരള രാഷ്ട്രീയത്തിൽ. ഇല്ല, കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് മോഹൻ വല്ലാതെ കഷ്ടപ്പെടണ്ട. അവിടെ നിന്ന് 34 വർഷം ഭരിച്ചിട്ട് നിയമസഭയിൽ 3 പേര് പോലില്ല, 3 പേര് തികച്ചില്ല. CPM-ന്റെ നേതാക്കന്മാർ പൊറോട്ട അടിക്കുകയാണ് കേരളത്തില്. ഈ അവസ്ഥ നാളെ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് പൊറോട്ട അടിക്കാൻ ഒരൊറ്റ സംസ്ഥാനവും ബാക്കിയില്ല. നിങ്ങൾ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഇരുന്നിട്ടല്ലേ സീതാറാം യെച്ചൂരി മോഹിനിയാട്ടം കളിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നിർത്തണോ താൻ? നിങ്ങൾക്ക് പറയാം അല്ലേ? നിങ്ങൾക്ക് പറയണം, നിങ്ങൾ കാണാതിരുന്നാ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാമെല്ലാം. ഒരു ഗവർണർ നിങ്ങൾ അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? അപ്പൊ പറയണ്ട. അതല്ല ഉദ്ദേശം. അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം അഭിലാഷ്. നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ലാന്ന്. നിങ്ങൾ ആരെ? നിങ്ങൾ ഗവർണറെ തടയും, കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഗവർണർ ഇച്ഛ വർപ്പിച്ചില്ല നിങ്ങളെ? ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ, നിങ്ങൾക്ക് നാണമുണ്ടോ? അദ്ദേഹമാണ് ഒന്നാം പ്രതി. ഒരു തൊഴിലാളിയെ ശരി സോറി, മറുപടി തരാൻ നേരം.